Hello everyone. So ഇന്നത്തെ എൻ്റെ വീഡിയോ പൊമിഗ്രാനൈറ്റ് മാതള നാരങ്ങ അത് എങ്ങനെയാണ് ഹാർവെസ്റ്റ് ചെയ്യുന്നതും അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പ്രൂണിങ് മെത്തേഡാണ് ഞാനിന്ന് കാട്ടാൻ പോകുന്നത്. സോ ആസ് യൂഷ്വൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഐ എം നോട്ട് എ ഗാർഡനർ. ഞാനൊരു ക്വാളിഫൈഡ് ഹോർട്ടിക്കൾച്ചറിസ്റ്റ് ഒന്നുമല്ല. ഞാൻ ചെയ്ത് പഠിച്ച കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ കാട്ടുന്നത്. പൊമിഗ്രാനൈറ്റ് മാതള നാരങ്ങ ഹാർവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നതാണ്. ഇത് ഹാർവെസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ ഞാൻ നേരെ കുറച്ച് പ്രൂൺ ചെയ്ത് എന്തായാലും ഇനി ഇതിട്ടിട്ട് കാര്യമില്ല. ഓൾറെഡി വിൻഡർ കിക്കിങ് ചെയ്തുകൊണ്ട് ബിക്കോസ് ചീത്തയിൽ പോകും. അപ്പം നല്ലത് കിട്ടുന്നെടുക്കുക, ബാക്കി ഗാർഡനിലേക്ക് തന്നെ ഗാർഡൻ വേസ്റ്റായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അതൊരു കമ്പോസ്റ്റ് പോലെ ആക്ട് ചെയ്തോളൂ. ഞാൻ ഇങ്ങനെ വെട്ടിയെടുക്കുന്നതെന്ന് വെച്ചാൽ കാര്യം എന്തായാലും ഞാൻ ഈ ബ്രാഞ്ചെല്ലാം പ്രൂൺ ചെയ്യാൻ വേണ്ടി പോകണം. കാരണം ഇത് നമ്മുടെ നാട്ടിലെ പോലെ കിടന്ന് നല്ലോണം പഴുക്കാൻ സമയം കിട്ടില്ല. പ്രത്യേകിച്ച് ഓസ്ട്രേലിയയുടെ വിക്ടോറിയ എന്ന് പറയുന്ന സ്റ്റേറ്റിൽ താഴത്തോട്ട് വരും. സ്റ്റേറ്റിൽ മൊത്തമല്ല, താഴത്ത് മെൽബൺ താഴത്തേക്ക് വരാൻ നേരത്ത്. കാര്യം തണുപ്പ് കൂടുതലാണ്. അപ്പം അധികം നമുക്ക് സമ്മർ കിട്ടൂല ഇവിടെ മറ്റുള്ള ഏരിയയിലെ പോലെ. അതുകൊണ്ട് തന്നെ സമയം കുറവുള്ളതുകൊണ്ട് ഇതിന് പഴുക്കാനും സമയം കിട്ടില്ല. അപ്പം ഞാൻ എന്തായാലും ഇത് മെജോറിറ്റി ഹാർവെസ്റ്റ് ചെയ്യുന്നതാണ്. കൈ കളിച്ചു തുടങ്ങി. കാര്യം എന്ന് വെച്ചാൽ അത്യാവശ്യം വെയിറ്റ് ഉണ്ടല്ലോ നാളെ. ഓക്കെ, നിങ്ങൾക്ക് കാണാം ഇപ്പൊ തന്നെ ഇത്രയും. ഇത് തന്നെ ഏകദേശം നമുക്കൊരു 3-4 ആഴ്ചത്തേക്കുണ്ട് ശരിക്കും ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ സാലഡിന് കൂടെ നമ്മൾ ഒറ്റയടിക്ക് കഴിക്കാൻ പറ്റില്ല. അത് നമ്മൾ കുറഞ്ഞ തന്നെ ചിലപ്പോൾ 2 ദിവസം 3 ദിവസം കൊണ്ട് കഴിക്കുള്ളൂ. അപ്പം അത്യാവശ്യം വലിപ്പമുള്ള പൊമിഗ്രാനൈറ്റ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. അപ്പം പൊമിഗ്രാനൈറ്റ് അല്ലെങ്കിൽ മാതള നാരങ്ങ പ്രൂൺ ചെയ്യാനായിട്ട് നമ്മൾ പ്രത്യേകിച്ച് നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണങ്ങിയ ബ്രാഞ്ചസും അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖം വന്ന ബ്രാഞ്ചസ്, ചില ബ്രാഞ്ചസ് ഒക്കെ ചിലപ്പോൾ ഡെഡ് പോലെ ഫീൽ ചെയ്യുക, അതെല്ലാം മുറിച്ച് കളയുക. എന്തെങ്കിലും ക്രോസ് ബ്രാഞ്ച് ഉണ്ടെങ്കിൽ അതും വെട്ടി മാറ്റുക. മെയിനായിട്ട് നമ്മൾ ഒരു ട്രീയുടെ നടുക്കുള്ള ഭാഗം കുറച്ച് ഓപ്പൺ ആക്കി വെക്കുക. അപ്പം സൂര്യപ്രകാശം നടുക്കടിച്ചിട്ട് ഫ്രൂട്ടിങ് ഉണ്ടാവും, നല്ലോണം കായ്ഫലം ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ ഇത് പ്രൂൺ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ന്യൂ ഗ്രോത്ത് ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മളത് എൻകറേജ് ചെയ്യുക. അപ്പം ചെറിയൊരു ഇതെല്ലാം വെട്ടിക്കളയുക. ഇതെല്ലാം ലീഫായിരിക്കും. ഇതെല്ലാം വെട്ടിക്കളയുമ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് പുതിയ ഗ്രോത്ത് വരും. അതാണ് ശരിക്കും നെക്സ്റ്റ് സീസണിലുള്ള ഫ്രൂട്ടിങ് ബ്രാഞ്ചസ്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. താങ്ക് യു. പൊമിഗ്രാനൈറ്റ് ഹാർവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് പ്രൂൺ ചെയ്തും കഴിഞ്ഞ് കുറച്ച് ഞാൻ പാരറ്റ്സിന് വേണ്ടി ട്രെയിൽ തന്നെ വെച്ചു. അവരും കുറച്ച് കഴിക്കട്ടെ. അപ്പം അത് ഞാൻ ലെഫ്റ്റ് ചെയ്ത് ടോപ്പിൽ അവർ കഴിച്ചു കഴിഞ്ഞ് ടോപ്പിൽ കുറച്ച് പ്രൂൺ ചെയ്യും ബിഫോർ സ്പ്രിങ്. അതർവൈസ് ഞാൻ പ്രൂണിങ് എല്ലാം കംപ്ലീറ്റ് ചെയ്തു. നിങ്ങൾ കാണാൻ വരെ നേരത്തെ താഴത്തെല്ലാം ഹാങ് ചെയ്ത് ഇടുന്നിരുന്ന ഫ്രൂട്ട് അതെല്ലാം വെട്ടി ചെറുതാക്കി. ആ എഡ്ജെല്ലാം വെട്ടി സ്പേസ് പിന്നെ ചെറുതായിട്ട് ട്രിം ചെയ്യാം നിങ്ങൾക്ക് പിന്നീട്. ഇത് കാര്യം ആ ചെറിയ ബ്രാഞ്ചസ്, നടുക്കുള്ള ബ്രാഞ്ചസ് ഒക്കെ ട്രിം ചെയ്യാം. അത് കുറച്ചും കൂടി ട്രിം ചെയ്യാനുണ്ട്. എന്നാലും മെജോറിറ്റി വലിയ ബ്രാഞ്ചെല്ലാം ഞാൻ ട്രിം ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പം ഇന്നത്തെ ഹാർവെസ്റ്റിംഗ് കഴിഞ്ഞു, പ്രൂണിങ്ങും കഴിഞ്ഞു. സോ പൊമിഗ്രാനൈറ്റ് എപ്പോഴും നല്ലൊരു ട്രീയാണ് നമ്മുടെ ബാക്ക് യാർഡിൽ. എസ്പെഷ്യലി ഞാൻ എപ്പോഴും സംസാരിക്കുമ്പോൾ ഞാൻ താമസിക്കുന്ന ഏരിയയിൽ എങ്ങനെയാണോ അത് നമ്മുടെ ഗാർഡന്റെ ഭംഗി തരുന്നത് അത് ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ സംസാരിക്കാറ്. കാര്യം പൊമിഗ്രാനൈറ്റിന്റെ ട്രീ വിന്റർ ആകാൻ നേരത്ത് അതിന്റെ ഇലകളെല്ലാം മഞ്ഞ കളറായി നമ്മുടെ ഗാർഡനിന് പ്രത്യേക ഭംഗി തന്നെ നൽകും. അതുപോലെ തന്നെ വിലയെല്ലാം പോയി കഴിഞ്ഞിട്ട് ആ ഫ്രൂട്ട് മാത്രം ഹാങ് ചെയ്ത് താഴത്തേക്ക് വന്ന് നിൽക്കുന്ന കാണാനും പ്രത്യേക ഭംഗിയാണ്. അപ്പം ഞാൻ എപ്പോഴും ഓരോ ട്രീ നടുമ്പോഴും അതും കൂടി നോക്കും, നമ്മുടെ ഗാർഡൻ എത്രത്തോളം ഭംഗി തരും ഈ പ്ലാന്റ്, ഏതൊക്കെ സീസണിൽ എങ്ങനെയൊക്കെയാണ് അത് ബിഹേവ് ചെയ്യുന്നത്, ഇതെല്ലാം ഞാൻ നോക്കിയിട്ടാണ് ഒരു പ്ലാന്റ് ട്രീ എൻ്റെ ബാക്കിയാൽ ഞാൻ നടുന്നത്. അപ്പം ഇതെല്ലാം കൂടി കോൺട്രിബ്യൂട്ട് ചെയ്യും ഞാനൊരു പ്ലാന്റ് ചൂസ് ചെയ്യാൻ നേരത്ത്. അപ്പം നിങ്ങൾക്കും
അതേപോലെ തന്നെ നിങ്ങളുടെ ബാക്ക് യാർഡിൽ നിങ്ങൾ താമസിക്കുന്ന ഏരിയയിൽ ഒരുപക്ഷെ വിന്റർ ഇല്ലായിരിക്കാം. ആ സ്ഥലത്ത് നിങ്ങൾ അതനുസരിച്ചിട്ട് നിങ്ങളുടെ പ്ലാൻ നേടുക. നിങ്ങൾ ഗാർഡൻ ചെയ്യാൻ നേരത്ത് ഗാർഡനിലെ ഭംഗി, എസ്തറ്റിക്, അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ് എന്നെ സംബന്ധിച്ച്. അപ്പം എങ്ങനെയാണ് ഗാർഡൻ നീറ്റായിട്ട് സൂക്ഷിക്കേണ്ടത്? കാര്യം ഓഫ് കോഴ്സ് വിന്ററിൽ ഇറ്റ്സ് നോട്ട് ഈസി ടു മെയിൻറ്റെയിൻ ഗാർഡൻ ക്ലീൻ. എപ്പോഴും ഇങ്ങനെ ലീഫ് വീണുകൊണ്ടിരിക്കും, എപ്പോഴും ഒരു നനവായിരിക്കും ഫ്ലോർ ഗാർഡനിൽ നടക്കുന്ന സ്ഥലത്തെല്ലാം. അപ്പം നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് നീറ്റായിട്ട് നമ്മൾ സമ്മറിലെ പോലെ നമുക്ക് ഗാർഡൻ അങ്ങനെ നീറ്റായിട്ട് കീപ്പ് ചെയ്യാൻ പറ്റില്ല. എന്നാൽ പോലും യു ക്യാൻ മെയിൻറ്റെയിൻ വെൽ. സോ എല്ലാവരും ഇതും കൂടി മനസ്സിൽ വയ്ക്കുക. പോമിഗ്രാനൈറ്റ് ഇറ്റ്സ് നോട്ട് ഹാർഡ് ടു ഗ്രോ, ഇറ്റ്സ് ഈസി ടു ഗ്രോ. നമ്മളെല്ലാ ചെടികളും നമ്മൾ ആദ്യം പ്ലാൻ ചെയ്യണത് എങ്ങനെയിരിക്കും അതുപോലെയാണ് അതിൻ്റെ ഗ്രോയിങ് സ്റ്റേജ്. നമ്മൾ എങ്ങനെയാണോ അതിൻ്റെ ബേസ് കൊടുക്കുന്നത് അതാണ് വെരി ഇമ്പോർട്ടൻറ്റ് വെൻ യു പ്ലാൻ എനി ട്രീസ്. സോ ബെസ്റ്റ് ഓഫ് ലക്ക് ഫോർ യുവർ ഗാർഡനിങ്. അടുത്ത വീഡിയോ കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്. ടേക്ക് കെയർ.